ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ, മഴയുടെ വിശേഷങ്ങളൊക്കെ കണ്ടോ എല്ലാവരും? വട്ട് കേസാണെന്നൊന്നും പറഞ്ഞ് കാണാതിരിക്കില്ല. എല്ലാ ദിവസവും നമ്മൾ കണ്ടന്റ് തപ്പിപ്പിടിച്ച് ഓടി നടക്കുക പാഞ്ഞ്. അങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ ഓർക്കുന്ന മഴയല്ലേ. എന്നാൽ പിന്നെ ചുറ്റും എല്ലാം ഓരോ പണികൾ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അതൊന്ന് നോക്കാം. മഴയത്തൂടെ ഒരു കളിയും ചിരിയും ഓട്ടവും ചാട്ടവും ഇതൊക്കെയല്ലേ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു രസം. എപ്പോഴും അടുക്കളയിൽ കിടക്കുക, പാചകം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇനി മഴയത്ത് എവിടോട്ട് പോകാനുവാ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് വല്ലപ്പോഴും കിട്ടുന്ന, വർഷത്തിലൊന്ന് കിട്ടുന്ന ഈ മഴയും കാര്യങ്ങളും അല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ആസ്വദിക്കുക. ഇവിടെ ആണെങ്കിൽ മുഴുവൻ മൂന്നാർ പോലെ പഴയ വീട്, 44 വർഷമേ ആയുള്ളൂ, ഒത്തിരി പഴയതൊന്നുമല്ല. പക്ഷെങ്കിൽ ഫുള്ളും ചോർച്ചയാണ്, ചോരാത്തൊരു മുറിയില്ല. മൊത്തം എത്ര മുറിയുണ്ട്? 3 ബെഡ്റൂമും ഒരു അടച്ചു കെട്ടിയ തിണ്ണ, മറ്റേ സിറ്റൗട്ടല്ല, മറ്റേ അകത്ത് നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയുന്നത്, വിസിറ്റിംഗ് ഡ്രോയിങ് റൂം എന്നൊക്കെ പറയും. അങ്ങനെ എന്തൊക്കെ വേണേ, ലിവിങ് റൂം എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു കുഞ്ഞ് അടച്ചു കെട്ടിയ തിണ്ണ, അതൊന്ന്. പിന്നെ ഒരു 3 ബെഡ്റൂം, പിന്നെ ഒരു ഡൈനിങ് ഹാള്, ഒരു കിച്ചൺ, വർക്ക് ഏരിയ, പുറയിലൊരു ചാർത്ത്. ഇത്രയുള്ള നമ്മുടെ ഒരു വീടാണ്. ഇത് അത്രയും ഇല്ലായിരുന്നു കേട്ടോ, കുറച്ചൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു വർക്ക് ഏരിയ ഒരു ചാർത്തും മാത്രം എക്സ്റ്റെൻഡ് ചെയ്ത്, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പണിതപ്പം. അത് കേൾക്ക്. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങൾ പറയാം. ഇതല്ല തറവാട് കേട്ടോ. ഇത് ഇവിടെ ഹസ്ബൻഡിന് 12 വയസ്സുള്ളപ്പോൾ വെച്ച വീടാണ്. 44 ശരിയാ, ഹസ്ബൻഡിന് 12 വയസ്സുള്ളപ്പോൾ വെച്ച വീടാണ്, 1980. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി അങ്ങ് തീർന്നു. അപ്പോൾ ഫുള്ള് ചോർച്ച, എല്ലാ മുറിയും ചോരും. ഇത്രയും സംഗതികളും ചോരും. നമ്മളെല്ലാ വർഷവും മഴക്കാലത്ത് ഇപ്പോഴും വേണ്ടേ ആ മേസ്തിരിച്ചേട്ടൻ വന്ന് നോക്കിയിട്ട് പോയി. ഞാനും ആരുടെ കിടക്കുന്ന മുറി, TV ഇരിക്കുന്നു, AC ഇരിക്കുന്നു, എല്ലാം അതിനകത്തിരിക്കുന്നത്. അപ്പം ഫുള്ളും ആ മുറി ഏറ്റവും കൂടുതൽ ചോരുകയാണ്. എന്നാ ചങ്ക് വേദന എടുക്കുക. കാരണം AC-ക്കകത്ത് വെള്ളം കയറിയ പ്രശ്നമാണ്. ഫ്ലാറ്റ് TV അത് വെള്ളം കയറിയ പ്രശ്നം നിങ്ങൾക്കറിയാമല്ലോ. ഒരു തുള്ളി അതേ വീണ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈയിടെ ഇടിക്ക് അതിന് ചെറിയ പ്രശ്നം വന്നിട്ട് 5000 രൂപ കൊടുത്ത് നന്നാക്കി വെച്ചോളും. എനിക്കറിയത്തില്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കുക. പിന്നെ ഞാൻ ആശ്വസിക്കുന്നുണ്ടല്ലോ, ഞാൻ ഒരിക്കലും എൻ്റെ ഇതിൽ നിന്ന് ചിന്തിക്കാറേ ഇല്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് താഴോട്ടുള്ളവരുടെ കാര്യം ചിന്തിക്കും. ഉടുക്കാൻ വസ്ത്രം ഇല്ലാത്തത്, കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്തത്, പാർപ്പാൻ പാർപ്പിടം ഇല്ലാത്തത്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന, അതുപോലെ രോഗികൾ, ഹോസ്പിറ്റലിലൊക്കെ ഇപ്പം പോയി കിടക്കുന്ന രോഗികളുടെ അവസ്ഥ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാര്യമാണ് പറയുന്നത്, മെഡിക്കൽ കോളേജുകളുടെ അനുഭവസ്ഥയാണ് കേട്ടോ. എൻ്റെ ആരൻ 2015 മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ ഞാൻ ഒരു മാസം അനുഭവിച്ച, ഞങ്ങൾക്ക് ചെന്ന അന്ന് തന്നെ ഉച്ച വരെ മാത്രമേ ആ വാർഡിൽ കഴിയേണ്ടി വന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പിന്നെ പേവാർഡിന് ബുക്ക് ചെയ്തു, പേവാർഡ് കിട്ടി. ഞാനും ആരണം തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ വാർഡിൽ നമുക്ക് അസൗകര്യം, അത് കാരണം പേവാർഡ് കിട്ടി. അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. എങ്കിൽ പോലും ആ പേവാർഡിൽ കിടക്കുമ്പം പോലും നമ്മൾക്ക് കൺസൾട്ടിങ്ങിന് ഡോക്ടറെ കാണാൻ പോകുന്നത്, ചെക്ക് ചെയ്യാൻ ഓരോ ടെസ്റ്റുകൾക്കെല്ലാം നമ്മൾ ഈ ബാക്കിയുള്ള പ്രദേശത്തൂടെയാണ് ഇങ്ങനെ നടക്കുകയും പോവുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മളുടെ ചങ്ക് പൊട്ടും. ആരന് 8 വയസ്സുള്ളപ്പോഴാണ്. ഞാൻ നരുന്തുപോലെ ഇപ്പോഴും ഇരിക്കുന്നത്. അന്നും 8 വയസ്സിലൊക്കെ മെലിഞ്ഞ അങ്ങനെ അണ്ടർ വെയ്റ്റ് ആയിരുന്നു കേട്ടോ. അവന് വേണ്ടിയത്രയും ഭാരം ഉണ്ടായപ്പം 3,200 കൊച്ചാണ്. ഇത് കഴിക്കുകയില്ലാത്ത കാരണം അതിനെ ശരിക്കും അങ്ങോട്ടൊന്ന് നോക്കാനും പരിപാലിക്കാനും ഒക്കെ ഞാൻ ജോലിക്ക് പോക്കും. ഇതിനെയും കൊണ്ട് അങ്ങ് കരച്ചിലും കോവിച്ചിലും അങ്ങനെയൊക്കെ ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ ഈ കൊച്ചിനെ അണ്ടർ വെയ്റ്റൊക്കെ ആയി. പക്ഷെ കണ്ടാൽ പറയത്തില്ല, എന്നാൽ വെയിറ്റ് കുറവ്. അങ്ങനെ ആ കൊച്ചു പനിയും കൂടെ പിടിച്ചപ്പം, പനി എന്തു കാരണം കൊണ്ടാണ് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. മെഡിക്കൽ സെൻറ്ററിൽ കിടന്നു ഒരാഴ്ച അവർ നോക്കി. എന്നിട്ട് കൊച്ച് ദേഹമൊക്കെ അങ്ങ് നീര് വെക്കുക പനി കൂടിയിട്ട്. അപ്പം അവർ പറഞ്ഞു എളുപ്പം ആംബുലൻസ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ഞങ്ങൾ അനുഭവിച്ചത് അതുകൊണ്ടുണ്ടല്ലോ,
അതുകൊണ്ടൊന്നല്ല, ഞാൻ എങ്ങനാ എനിക്ക് പണ്ട് മുതൽക്കേ ഞങ്ങൾക്ക് ഈ കത്തോലിക്കർക്ക് അച്ഛന്മാർ പ്രസംഗിക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് കുഞ്ഞിലേ മുതൽ നമ്മൾക്കിതെല്ലാം കണ്ടും കേട്ടും എല്ലാം ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ പേരൻസും നല്ലതായിട്ട് പറഞ്ഞു തരും. പിന്നെ ഞങ്ങളും അനുഭവിച്ച 2 മുറിയുള്ള വീട്ടിൽ, 2 മുറി എന്ന് പറയുമ്പം പിന്നെ ഒരു ബെഡ്റൂമും ഒരു കുഞ്ഞി കിച്ചൺ പോലെ ഒരു കിച്ചണ് വേണ്ടി ഒരു കുഞ്ഞ് ഇത് പിന്നെ ഒരു അതേ ഉള്ളൂ. ആദ്യം ഞാൻ 2ൽ പഠിക്കുമ്പോൾ വെച്ച വീട്, ഒരു മുറിയും ഒരു കിച്ചണും മാത്രം. ഞാൻ 2ൽ പഠിക്കുമ്പോഴാണ് അത് വെച്ചത്. അപ്പം പിന്നെ അന്ന് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ തിണ്ണ പിടിച്ചു. തിണ്ണയുടെ ഇപ്പുറത്ത് വേറൊരു നല്ല കിച്ചൺ പിടിച്ചു. പിന്നെ ഒരു വേറെ ഒരു വാർത്തൊരു, ബാക്കിയൊക്കെ ഓടും ഷീറ്റുമായിരുന്നു, ബാക്കി ഫ്രണ്ടിലോട്ടൊരു നല്ല വാർത്തൊരു ഹാള് പിടിച്ചു. പിന്നെ ഒരു ബെഡ്റൂം പിടിച്ചു. പിന്നെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അകത്തൊരു ബാത്റൂം, പുറത്തൊരു ബാത്റൂം, അങ്ങനെ എല്ലാം പിടിച്ച് ഇപ്പോഴും പഴയ വീടാണ്. എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ അമ്മ ഗൾഫിൽ പോയപ്പോഴാണ് അങ്ങനെ എക്സ്റ്റൻഷനൊക്കെ നടന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇതുപോലെ ചോർന്നൊലിച്ചു എല്ലാം. ഇപ്പോഴും എൻ്റെ അപ്പനും അമ്മയും ചോരുന്നതിനകത്താണ് കിടക്കുന്നത്. അത് പൊളിച്ചു പണിയാനായിട്ട് ഞങ്ങൾ 4 പേരുടെ മക്കളുടെയിലും കാശില്ല. പിന്നെ അപ്പനും അമ്മയെ എല്ലാം കൈ പറഞ്ഞിരിക്കുക. അവർക്ക് കിട്ടുന്ന പെൻഷനും കൊണ്ട്, കടയിൽ അപ്പൻ പോകുന്ന കിട്ടുന്ന വരുമാനം കൊണ്ടും എല്ലാം, ഞാൻ പറഞ്ഞല്ലോ ഒരു കോഫി ഷോപ്പ് അനിയത്തിയുടെ കട അപ്പൻ ഏറ്റെടുത്ത് നടത്തുന്നത്. അതിനകത്ത് വലിയ വരുമാനമൊന്നുമില്ല, എന്നാൽ തട്ടിമുട്ടിയുമ്പോൾ ഞാൻ അമ്മ അച്ചാറ് ബിസിനസ്. അപ്പം അങ്ങനെയൊക്കെ കിട്ടുന്ന കാര്യങ്ങളും കൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അപ്പം പൊളിച്ചു പണിയാനൊന്നുമില്ല. 4 പെൺപിള്ളേർ പൊളിച്ചു പണിതിട്ട് ആർക്ക് കിടക്കാനാ? ആൺപിള്ളേരുണ്ട്, പിന്നെ അവർക്ക് വേണ്ടിയിട്ടെന്ന് ഓർക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതായതുകൊണ്ട് എനിക്ക് നല്ല അനുഭവമാണ് ഇതെല്ലാം. ഇപ്പം ഇതും ചോർച്ച, എൻ്റെ വീടും ചോർച്ച, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കാണുന്നതൊക്കെ ഒത്തിരി കാര്യങ്ങൾ പിന്നെ പലർക്കും ഇതുപോലത്തെ ഇതിലും മോശമായ അവസ്ഥ എനിക്കൂടെ കടന്നു പോകുന്നവരാണ്. അപ്പം അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ, എത്ര ഇവിടെ ഇങ്ങനെ എന്നാക്കെ സംഭവിച്ചാലും ഞാൻ അഡ്ജസ്റ്റായി പോവും. എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ പ്രാർത്ഥിക്കാൻ നേരം അങ്ങ് ചങ്ക് കൊട്ടുവേ. കാരണം കുറേ കാലമായി ഇങ്ങനെ ഈ നമ്മൾ പൈസ മുടക്കി നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ഒരു കാര്യത്തിന് പോലും തികയാതെ ഭയങ്കര പൈസ മുടക്കുക. അപ്പം നമുക്കങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ വിഷമം വരില്ല. എൻ്റെ പേഴ്സണൽ പ്രയറി രാത്രി പാതിരായ്ക്ക് ഞാനിരുന്ന് എല്ലാവരും ഉറങ്ങുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥന ഉണ്ട്. അപ്പം അതിനകത്ത് എനിക്ക് അങ്ങ് വല്ലാതെയാകും കേട്ടോ. പിന്നെ യേശുവിനോട് പറഞ്ഞിട്ടുണ്ട്, വീടൊന്ന് ചോർച്ചയില്ലാതാക്കിയൊന്ന് മാന്യമായിട്ട് കിടക്കാൻ പറ്റുന്ന ആൺപിള്ളേരല്ലേ, അവർക്കൊരു നാണം കേടും ഇല്ലാത്ത രീതിയിൽ അവരുടെ ഭാവിയിലൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ, അത്രയേ ഉള്ളൂ. ഞങ്ങളെല്ലാം വലിയ മണിമാളിക പണിയാനും വലിയ പിന്നെ കാറ് വാങ്ങിക്കാൻ അങ്ങനെ ഒന്നും ആഗ്രഹങ്ങളില്ല. കാരണം നമ്മൾ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ കിടക്കുന്നവരുടെ കാര്യം ഓർക്കണം. ഞാൻ ഇന്നലെ അരനോട് പറഞ്ഞു, ഇന്നലെ ഭയങ്കര മഴയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നമുക്ക് എളുപ്പം, ഇന്ന് പാചകമൊന്നും ഇല്ലല്ലോ, നമുക്ക് എളുപ്പം പോയിരുന്ന് പ്രാർത്ഥിക്കാം. എല്ലാം എളുപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഉച്ചയ്ക്ക് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന എടുത്ത് ചൂടാക്കിയാൽ മതിയായിരുന്നു. ബാക്കിയൊന്നും ഞങ്ങൾക്ക് ഇന്നലെ പാചകമൊന്നും ഇല്ല. പ്രത്യേകിച്ച് മഴയായതുകൊണ്ട് പുറത്തിറങ്ങിയ ഒന്നും ചെയ്യാനും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് പോയി പായിട്ട് നിലത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. പിന്നെ അവർക്ക് ഒന്നാമതേ പൈസ ഇല്ല, പിന്നെ ചോർന്നൊലിച്ച് കെട്ടിടത്തിനകത്തൊക്കെ കിടക്കുന്നു. ഇപ്പം മെഡിക്കൽ കോളേജുകളൊക്കെ ബെറ്ററായി വരുന്നുണ്ട് കേട്ടോ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും ഒക്കെ ബെറ്ററായി വരുന്നുണ്ട്. ഗവൺമെൻറ്റിന് എല്ലാ എന്താ പറയുന്ന അനുമോദനങ്ങളും. അപ്പം ഇനിയും നല്ലതായിട്ട് വരട്ടെ, പാവപ്പെട്ടവർക്ക് വേണ്ടി നല്ലതായിട്ടെല്ലാം ചെയ്തു വരട്ടെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പാവപ്പെട്ടവരെന്നൊന്നും ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം മെഡിക്കൽ സെൻറ്ററിൽ ആരണമായിട്ട് കിടന്നു, അവിടുന്ന് അവർക്ക് പറ്റാത്തപ്പോൾ വിട്ടത് എങ്ങോട്ടാണ്? മെഡിക്കൽ കോളേജിൽ. അപ്പം നമ്മൾ ഒരു കാര്യം ചിന്തിച്ചോണം, എത്ര കോടീശ്വരനായാലും നമ്മൾക്കൊരു സെക്കൻഡ് സമയം കൊണ്ട് നമ്മുടെ ജീവനും പോകാം, പണവും പോകാം, പ്രതാപവും പോകാം, എല്ലാം പോകാം. നമുക്കൊരു പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പരിചരണം എത്ര കോടി കൊടുത്താലും കിട്ടാത്ത ഒരു റിക്കവറി മെഡിക്കൽ കോളേജിൽ പോയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ പോയി കിടക്കേണ്ടി വരത്തില്ലേ? അപ്പോൾ എനിക്കിത് അനുഭവിച്ചുകൊണ്ട് പറയല്ല, ഞങ്ങൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് അറിയാം. എൻ്റെ അപ്പൻ്റെ അമ്മ, എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ അപ്പൻ്റെ അനിയൻ, എൻ്റെ അപ്പൻ്റെ പെങ്ങൾ
ഒക്കെ ഹോസ്പിറ്റൽ ജോലിക്കാരായിരുന്നു. അപ്പം അതുകൊണ്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലെ ജോലിക്കാരായിരുന്നുകൊണ്ട് എനിക്ക് എല്ലാം കാര്യങ്ങൾ കുഞ്ഞിലേ മുതലറിയാം. ഞങ്ങളുടെ തറവാട്ടിൽ വല്യപ്പനും വല്യമ്മയ്ക്കും അപ്പന്മാർക്കും, അതായത് അപ്പൻ്റെ അനിയൻ, അപ്പൻ്റെ ഏട്ടൻ, അപ്പൻ്റെ പെങ്ങന്മാർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു കേട്ടോ. സന്ധ്യപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഞ്ഞികൂടിയും കഴിഞ്ഞ് ഒരു ഇച്ചിരി നേരം കഞ്ഞി എല്ലാ ദിവസവും വൈകിട്ട് കഞ്ഞിയും പയറും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അരഭിത്തി കെട്ടിയ തൂണൊക്കെയുള്ള അരഭിത്തിയൊക്കെ കെട്ടിയ നല്ല തറവാടായിരുന്നു ഞങ്ങളുടെ കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും കൂടെ ഇരുന്നൊന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഒരുത്തരുടെയും കുറ്റോ കുറവോ പ്രശ്നങ്ങളോ ഒന്നുമല്ല, ആരെയും താഴ്ത്തിക്കിട്ടോ അങ്ങനെയൊന്നുമല്ല, എല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടമായിരുന്നു കേൾക്കാൻ. വല്യപ്പൻ്റെയൊക്കെ കൂടെ അതെല്ലാം ഇരുന്ന് കേൾക്കാൻ, തിണ്ണയിലിരുന്ന് എല്ലാവരും കൂടെ ഫാമിലിയിൽ, ജോയിൻറ്റ് ഫാമിലി അല്ലേ പണ്ടൊക്കെ, എല്ലാവരും കൂടെ ഇരുന്ന് സംസാരവും അങ്ങനത്തെയൊക്കെ ഒരു കാലമായിരുന്നു. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് എന്നാണെന്നറിയാമോ, ഈ ഇന്നലെ മഴയത്ത് ഓടിക്കളിച്ചു, കാര്യങ്ങൾ സന്തോഷിച്ച് നടന്നു. ഉള്ളിലെ പ്രയാസം അങ്ങ് മാറി, മറന്നുപോയി. ഈ ചോർച്ചയുടെയും കാര്യങ്ങളും എല്ലാം മറന്ന് ഞാൻ ഓടി, ഞാനും ആരണം സന്തോഷിച്ച് നടക്കുമായിരുന്നു. അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. എല്ലാവരും നോക്കുമ്പോൾ ചുമ ഭയങ്കര ഒരുങ്ങി നടക്കുന്നു, മിടിക്കായിട്ട് നടക്കുന്നു, നല്ല ഡ്രസ്സ് ഇടുന്നു, ഇത് 100 രൂപയുടെ ഉടുപ്പ്. എൻ്റെ പലതും 100-ൻ്റെ 200-ൻ്റെയൊക്കെയാണ്. ഞാൻ ഒരുപാട് പൈസ മുടക്കി കളയത്തില്ല. ഞാൻ മിച്ചം വെച്ച് ഞാൻ ഇപ്പോഴും ഞാനത് പറയത്തില്ല, പറഞ്ഞാൽ ഫലം പോവും. സ്വർഗത്തിൽ എനിക്കൊരു ഫലം ദൈവം വെച്ചിട്ടുണ്ട്. കരച്ചിലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പറയത്തില്ല ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്നെപ്പറ്റി വേണ്ടാതീനം പറയുകയും എന്നെ താത്തിക്കെട്ടുകയും ഞാൻ ഒന്നുമല്ലാത്തൊരു വെറും, ശരിയാ മനുഷ്യനെല്ലാം കൃമിയും പുഴുവും ഒക്കെ ശരിയല്ലേ, അങ്ങനെയൊക്കെയാണ്. പക്ഷെങ്കിൽ മനുഷ്യനൊരു വിലയും ഭൂമിയിൽ ആരും കൽപ്പിക്കത്തില്ല. പക്ഷെ ദൈവം തരും കേട്ടോ. ദൈവം നമുക്ക് ഭൂമിയിലും വില കൽപ്പിക്കും, സ്വർഗത്തിലും തരും. എന്നെപ്പറ്റി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്നെപ്പറ്റി ഇങ്ങനത്തെ കാര്യങ്ങൾ മുഴുവൻ പറയുന്നവർക്കറിയാലോ എന്തൊക്കെ പറയുന്നത്, അതൊക്കെ എൻ്റെ ചെവിയിലെത്തുന്നുണ്ട്. അതാ ഞാൻ ഈ സങ്കടപ്പെടും. ഞാൻ ചെയ്യുന്ന ഒന്നും ഞാൻ വിളിച്ചു പോകാറില്ല. ഞാൻ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്ന മുഴുവൻ. എനിക്ക് നല്ല ബോധ്യമുണ്ട്, എൻ്റെ ദൈവത്തിനും അറിയാം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നവർക്കും രോഗം വരും, പ്രാർത്ഥിക്കാത്തവർക്കും വരും. പ്രാർത്ഥിക്കുന്നവർക്കും മരണമുണ്ട്, പ്രാർത്ഥിക്കാത്തവർക്കും മരണമുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് കഷ്ടതയുണ്ട്, പ്രാർത്ഥിക്കാത്തവർക്കും ഉണ്ട്. ഇതെല്ലാം ദൈവം ഭൂമിയിൽ മനുഷ്യന് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നുമില്ല എന്നതാ. നല്ല സുഖിച്ചു വാഴാനാണ് പിന്നെ ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചതെന്തിനാ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാക്കേജ് ഇങ്ങോട്ട് തന്നാണ് വിട്ടിരിക്കുന്നത്. അതെല്ലാം അനുഭവിച്ച് തീർത്തത്, നല്ലതാണെങ്കിൽ നല്ല, ചീത്തയാണെങ്കിൽ ചീത്ത, എല്ലാം അനുഭവിച്ച് തീർത്ത് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള എല്ലാം നമ്മൾ അത് സഹിച്ചോ, നമ്മൾ ആ കഷ്ടത്തിൽ നിന്നും നമ്മൾ എന്തെല്ലാം പെറുപിറുക്കാതെ ചെയ്തു, ദൈവത്തിന് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തു, ഇതെല്ലാം കണക്കിലെടുത്ത് സ്വർഗത്തിൽ ഒരു പ്രതിഫലം നമുക്ക് വെച്ചിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടി ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ, ഞങ്ങൾ 4 പേരും ദൈവം നമ്മളോട് കൽപ്പിക്കുന്നത് ചെയ്താണ് നമ്മൾ പോകുന്നത്. പിന്നെ കുറ്റങ്ങളില്ലാത്തവരില്ല, കുറ്റങ്ങളുണ്ട്. വിചാരത്താൽ, വാക്കാൽ, പ്രവർത്തിയാൽ, ഉപേക്ഷയാൽ, അറിഞ്ഞോ അറിയാതെ ഒക്കെ നമ്മൾ തെറ്റുകാരെല്ലാവരും. അത് എപ്പോഴും ആ തെറ്റിങ്ങനെ കൊണ്ടുപോകാതെ നമ്മൾ ഓരോരുത്തരും അത് മനസ്സിലാക്കി രൂപാന്തരം പ്രാപിച്ച് നമ്മളിങ്ങനെ നമ്മളെ ജീവിതം ഈ നിമിഷം തീരും എന്നുള്ള ആ ഒരു പരമസത്യം, പരമാർത്ഥത മനസ്സിലാക്കി നമ്മൾ ജീവിച്ചു പോയാൽ മതി. അല്ലാതെ നമ്മൾ ഈ പിന്നെ എന്തുവാ പറയുന്നത്, അല്ലാതെ മറ്റുള്ളവനെ കുറ്റപ്പെടുത്തുക, ഇതിക്ക് ഇങ്ങനെ ഒന്നും നിർത്തണം കേട്ടോ. ഒരുപാട് എനിക്കങ്ങ് ഭയങ്കര വിഷമം വരും ഓരോന്നും കേൾക്കുമ്പോൾ. അതുകൊണ്ട് ഞാനങ്ങ് പറയാം, പിന്നെ അങ്ങനെ ഒന്നും ആരും പറയണ്ട. എല്ലാവരും നല്ലതാ, എല്ലാവരും ചീത്തയാണ്. എല്ലാവർക്കും കുറ്റമുണ്ട്, ആർക്കും കുറ്റമില്ല. ഇങ്ങനെയുള്ള രീതിയിലാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ആരെയും ഒന്നും പറയണ്ട. പ്രാർത്ഥിക്കുക. പിന്നെ സന്തോഷമായിട്ടുള്ള കാലം നമ്മൾ അടിച്ചു പൊളിച്ചെന്ന് പറയുമ്പം ദിവസവും പൈസ വാരിക്കോ അങ്ങനെയല്ല. ഉള്ള ജീവിതം. ഇപ്പം നമ്മൾ മുളക് പൊട്ടിച്ചാണ് ഇന്ന് കഴിച്ച് സന്തോഷമായിട്ട് മാറി കുഞ്ഞുങ്ങളുമായിട്ടും ഭർത്താവുമായിട്ടെല്ലാം ഒരുമിച്ചിരുന്ന് കഴിച്ച് ആ ആഹാരം കഴിക്കുന്ന സമയത്ത് കർത്താവേ അവിടുന്ന് തന്ന ആഹാരത്തിനായി സ്തോത്രം.
ഭക്ഷിച്ച് തൃപ്തിപ്പെടുത്തണം, ശുദ്ധീകരിച്ച് വെടുപ്പാക്കണം, ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇത്രയൊന്ന് പ്രാർത്ഥിക്കണം അല്ലേ. അത് ഞങ്ങൾ ഇങ്ങനെ യേശുവേ സ്തോത്രം, കുഞ്ഞിലെ ആണെങ്കിൽ ഈശോയെ നന്ദി, കത്തോലിക്കരല്ലേ ഈശോയെ നന്ദി എന്നും പറഞ്ഞാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വിശ്വാസം വേറെ ലെവലിലായപ്പം യേശുവേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ സഭയിലൊരു ജോമോൻ വർഗീസ് പാസ്റ്റർ ഉണ്ട്. ആ പാസ്റ്റർ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സീനിയർ പാസ്റ്റർ പറഞ്ഞപ്പം ആ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. അതായത് ഈ നമ്മൾ ബുധനാഴ്ച കൂട്ടായ്മ ഭവനങ്ങളിലുണ്ട്, അപ്പോൾ അവിടെ ഈ പ്രാർത്ഥന കഴിയുമ്പം ആഹാരമുണ്ട്. അപ്പോൾ അത് ജോമോൻ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ നല്ല കാര്യങ്ങളൊക്കെ ഒപ്പിയെടുക്കും കേട്ടോ. ബാക്കി വേണ്ടാതീനൊക്കെ നമ്മളത് കാണുന്നു കേൾക്കുന്നുണ്ടെങ്കിലും നമ്മളത് ഫോളോ ചെയ്യാറില്ല. അങ്ങനെയാണ്. പിന്നെ നമ്മളെപ്പറ്റി എന്തും പറയട്ടെ, നമുക്കത് വിഷയമല്ല. അപ്പോൾ ഈ ജോമോൻ പാസ്റ്റർ പ്രാർത്ഥിക്കുക. അന്നേരം മുതലാണ് ഇത്രയും പ്രാർത്ഥിക്കാൻ ഞാൻ ഇത്രയും ആ ഭക്ഷണത്തിൻ്റെ കാര്യം ഇത്രയും പറയണമെന്ന് എനിക്ക് മനസ്സിലായത്. ആരെക്കുറിച്ചാണെങ്കിലും നല്ലത് പറയണം, എന്നാലേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. അസൂയ പാടില്ല, കുശുമ്പും പാടില്ല. ഫോൺ വന്നു, ഹസ്ബൻഡ് വിളിച്ച്. അപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞ് ഞാൻ ഇത്രയും ആ പ്രാർത്ഥനയും പഠിച്ചു, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ നമ്മൾ ആ പാസ്റ്ററുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. നല്ലത്, എല്ലാവരെക്കുറിച്ചും നല്ലത് പറയണം. ഈ മരിച്ചു കിടക്കുമ്പോൾ നല്ലത് പറയേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ ഒറ്റ വാക്ക് ഒരുത്തിനെക്കുറിച്ചും ആരും നല്ലത് പറയരുത്. മരിച്ചു കിടക്കുമ്പോൾ ഇല്ലാത്ത ഉണ്ടാക്കി കുത്തിയിരുന്ന് എഴുതി കാണാതെ പഠിച്ചു വന്നിരുന്ന് പറയും. ഒന്നും ആരെ കേൾക്കാൻ. ജീവിച്ചിരിക്കുമ്പം ഒരു നല്ല വാക്ക് പറയുമ്പോൾ അവരുടെ മനസ്സ് തണുക്കും അല്ലേ. എത്ര പട്ടിണിയിലും കഷ്ടതയിലും നമ്മളത് ഓർക്കും. നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് കൂടുതലാണെങ്കിൽ ഈയിടെയായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ആരെണ്ണം കുറ്റമാണ്. കാരണം ശരിയാ, അതിന് രുചി കിട്ടുന്നില്ല. ഒരു മീൻ വാങ്ങിച്ച് അതിന് രുചിയില്ല, അതിൻ്റെ കുടംപുളിക്ക് കുറ്റം അല്ല, മീനൂറ്റ അല്ലേ. അതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നും ശരിയാകുന്നില്ല, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ കഴിച്ചു പോവുക. അപ്പം ആ കൊള്ളത്തില്ലെങ്കിലും അത് നല്ലതെന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷം. പക്ഷെ മനസ്സിൽ കുത്തുണ്ട്, കൊള്ളത്തില്ല, എന്നിട്ടും ആരും നല്ലതെന്ന് പറഞ്ഞല്ലോ. പക്ഷെ നമുക്കപ്പം ഒരു സന്തോഷിച്ചിലൂടെ നല്ലതായിട്ട് നമ്മൾ ശ്രമിക്കും. ഇവിടെ കുടംപുളി മാറിയിട്ടും മീൻകട മാറിയിട്ടും ഒന്നും ശരിയാകുന്നില്ലെന്ന്. കാരണം കൊള്ളത്തില്ല, ഒരു സംഗതി ഈ ഭൂമിയിൽ ഇപ്പോൾ കൊള്ളത്തില്ലെന്ന് ചുരുക്കം. എൻ്റെ വീട്ടിലെ പച്ചക്കറി പറിച്ചൊന്ന് തോരൻ വെക്കാവോ, എൻ്റെ വീട്ടിലെ തേങ്ങായും കൂടെ ഇട്ട് തോരൻ വെക്കാവോ, ഏറ്റവും നല്ല രുചി. ഇപ്പോൾ അതെനിക്ക് ഒരു സംഗതിക്ക് രുചി വരുന്നില്ല. ഞാനോർത്ത് എൻ്റെ കുഴപ്പം പ്രായം കൊണ്ടാണ്, നേരെണ്ണോ എല്ലാം ഇങ്ങനെ തന്നെ. പിന്നെ തന്നെ വെച്ച് നമ്മളും അങ്ങ് മടുക്കും അല്ലേ. അപ്പോൾ അപ്പം ഈ പ്രാർത്ഥന ആ പാസ്റ്റർ പഠിപ്പിച്ച യേശുവേ അവിടുന്ന് തന്ന ആഹാരത്തിന് നന്ദി, ഭക്ഷിച്ച് തൃപ്തിപ്പെടുത്തണമേ, ശുദ്ധീകരിച്ച് വെടുപ്പാക്കണമേ. മൊത്തം ഇപ്പം ഫുഡ് പോയ്സൺ ഒക്കെ അല്ലേ. ശുദ്ധീകരിച്ച് വെടുപ്പാക്കണമേ, ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണേ അല്ലേ. അത്രയും പറയുമ്പോൾ എന്തൊരു കുളിർമ, നമുക്കൊരാശ്വാസം. എനിക്കാണെങ്കിൽ എന്ത് ഭക്ഷണം വായി വെച്ചാലും ഉടനെ നമ്മൾ ഈ വീട്ടിലുള്ളവരുമായിട്ടും ഒക്കെ ഇപ്പം നമ്മൾ വഴക്കോ വയ്യാവേലിയൊക്കെ എല്ലാ കുടുംബങ്ങളിലും സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും സൗന്ദര്യപ്പിണക്കങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് ആഹാരം എടുത്താലും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കും അല്ലേ. എൻ്റെ 3 അനിയത്തിമാരെ ഓർക്കും, അവരുടെ പിള്ളേരെ ഓർക്കും, പിന്നെ എല്ലാവരെയും. ഈവൻ എൻ്റെ ഭർത്താവിൻ്റെ അപ്പനെ, അമ്മയെ, സഹോദരങ്ങളെ ഇല്ല, അവർക്കൊക്കെ എല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ എല്ലാവർക്കും ഉണ്ട്. ആരെയും ഓർക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷേ ഓർക്കും. ഇവിടുത്തെ എൻ്റെ അമ്മായിച്ചിന് കപ്പയും മീനും വലിയ ഇഷ്ടം. എപ്പോൾ കപ്പയും മീനും ഉണ്ടാക്കിയോ ഞാൻ ഒരു വായിലോട്ട് വെക്കുമ്പോൾ ഓർക്കാതിരുന്നിട്ടേ ഇല്ല, കണ്ണ് നിറയും. കാരണം നമ്മളുടെ മനസ്സിൽ ഒന്നുമില്ല, നമ്മളുടെ മനസ്സിൽ എപ്പോഴും നല്ലത് മാത്രം ചിന്ത, നല്ലത് മാത്രം. പക്ഷെ നമുക്ക് കിട്ടുന്ന മുഴുവൻ കുരിശ. പക്ഷെ അത് നെവർ മൈൻഡ്. അങ്ങനെയാണേ ഇല്ലേ ജീവിതം വിജയിക്കും. അപ്പം ഇത്രയും നേരം വാചകം അടിച്ചില്ലേ. വാചകം അടിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ ജയക്കൊച്ചി ചോദിച്ചു, ഇന്നത്തെ വീഡിയോയിൽ എന്താ ഉദ്ദേശിക്കുന്നത്. എല്ലാം ആദ്യമേ കുറേ വലിയൊരു കമൻറ്റാണ്. ആദ്യമേ കുറേ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് വന്നിട്ട് ലാസ്റ്റ് നമുക്കിട്ടൊരു ചെറിയ വെടി, കതിനാ വെടി. ഇന്നത്തെ വീഡിയോയിൽ എന്താ ഉദ്ദേശിച്ചത്, മഴയാണോ? അത് എന്നാൽ ചോദിക്കാനുള്ളത് ചോദിക്കുകയും ചെയ്തു.
ചോദിക്കാതിരുന്നതുമില്ല. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്നും മനസ്സിലായില്ല. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ ചോദിച്ചു, ബാക്കിയുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുന്നു മഴയെക്കുറിച്ച് ഉള്ള ഇത് നന്നായി, നല്ല വീഡിയോ, നല്ല സ്ഥലം, നല്ല ഇത്. ജയക്ക് ഞങ്ങൾ സ്ഥലങ്ങൾ കണ്ടിട്ട് പേടി വന്നെന്ന് പറഞ്ഞു കേട്ടോ. ശരിയാ, ആ റബ്ബർ തോട്ടത്തിൻ്റെ അവിടെ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം ഒരു കുഴപ്പമില്ല. ഒരു ദിവസം വാ, എന്തിനാ ഇത്രയും അടുത്ത് കിടന്നിട്ട് 2 കിലോമീറ്ററോ മറ്റേ ഉള്ളൂ വരാതിരിക്കുന്നത്. വിളിച്ചിട്ട് വരാൻ ഞാനെപ്പോഴും ഉണ്ട്, ദൈവം സഹായിച്ച്. എന്നാലും വിളിച്ചിട്ട് വാ. പിന്നെ അല്ലെ വല്ലോ ധൃതി പിടിച്ച് നിൽക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾ വരുമ്പോൾ ധൃതി പിടിക്കും, അത്രയേ ഉള്ളൂ. എപ്പോഴായാലും പോര്, ജോമയല്ലേ, ഒന്നും കുഴപ്പമില്ല. എന്നിട്ടേക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയേണ്ടി വന്നത്. അല്ല, ഇത് ബാക്കി കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ കോമൺ പറഞ്ഞതൊന്നും ജയോടല്ല. അപ്പോൾ ഈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷാമം. ഇന്നലെ മഴ കണ്ടപ്പം സങ്കടങ്ങളൊക്കെ മറന്ന മഴയത്തിറങ്ങി ഓടിക്കളിച്ച് സന്തോഷിച്ച് ആരണമായിട്ടൊക്കെ ഇച്ചിരി ഒച്ചപ്പാടൊക്കെ വെച്ച് ഇങ്ങനെ നല്ല പിന്നെ ഒച്ചയും ബഹളവും ഒക്കെ വെച്ച് നടന്നപ്പോൾ മനസ്സൊന്ന് തണുത്തു. അതായിരുന്നു കേട്ടോ ജയക്കൊച്ചെ. പിന്നെ വേറെ ഇന്നലെ പാചകമൊന്നുമില്ല, പിന്നെ എന്നാ ഇടാനാ, മഴയത്ത് എവിടെ പോകാൻ, അതുകൊണ്ട് കേട്ടോ. അപ്പം ജയക്കൊച്ചിനെ ഞാനൊന്നും പിണങ്ങിപ്പറഞ്ഞല്ല കേട്ടോ, ചിരിച്ചോണ്ട് പറയുക. എന്നാലും ജയക്കൊച്ചിൻ്റെ ആ ഒരു ബുദ്ധി ജയക്കൊച്ച് ആരെയും വെറുതെ വിടത്തില്ല, ചോദിക്കാനുള്ള ചോദിച്ചിരിക്കുക, അതാണ് അന്തസ്സുള്ളത്. അല്ലാതെ ഒരു മനസ്സിലൊന്ന് വെച്ച് പുറത്തോട്ട് വേറുന്നത് ജയക്കൊച്ചിനെ കിട്ടത്തില്ല. നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കും, പക്ഷെ ജയക്കൊച്ച് എനിക്കൊരു ശകലമൊക്കെ ഇങ്ങനെ പറയുന്ന സ്വഭാവം, അങ്ങനെ പറയത്തില്ല. ഞാൻ എല്ലാം ഇങ്ങനെ സോപ്പിട്ട് മേക്കപ്പ് ചെയ്ത് പോകും. പിന്നെ വേണ്ടപ്പെട്ടവരോട് കലിക്കും, അപ്പൻ, അമ്മ, അനിയത്തിമാർ, എൻ്റെ ഭർത്താവ്, പിള്ളേരോടൊക്കെ കലിക്കും. കാരണം ഉള്ള കാര്യം പിന്നെ നമ്മളെല്ലാം ആരാ പറഞ്ഞു കൊടുക്കുന്നത്, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ആരോടും ഒരു ഒന്ന് ചോദിച്ചു നോക്കിയോ, ഞാൻ ആരോടെങ്കിലും വഴക്ക് പിടിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു കുഴപ്പത്തിനും ഇല്ല. ഇങ്ങോട്ട് വന്നാലും ഒന്നിനും പോകത്തില്ല. അപ്പം വാചകം കഴിഞ്ഞു, ഇൻട്രോ കഴിഞ്ഞു, വാചകം കഴിഞ്ഞു. ഇൻട്രോയ്ക്കകത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല, എന്നാ ഇൻട്രോ ഇങ്ങനെ നീണ്ടുപോയി, വാചകത്തിലോട്ട് നീണ്ടുപോയി. അപ്പം സ്റ്റോപ്പ് ചെയ്തു. ഇനി അടുത്തത്, നിങ്ങളെ കാത്തൊരു വെടിക്കെട്ട്, നിങ്ങളെ കാത്ത് എൻ്റെ അടുക്കളയിൽ. ഇപ്പം തന്നെ വർക്ക് ഏരിയയിലെ പാചകം ഞാനങ്ങ് മഴക്കാലം കഴിഞ്ഞ് ഇനി ഓഗസ്റ്റിലെ മഴയെല്ലാം തീർന്നു, ഓഗസ്റ്റിലെ അങ്ങോട്ട് കയറുന്നുള്ളൂ. അവിടെ എപ്പോഴും സിങ്കിൻ്റെ അകത്ത് പാത്രം കഴുകാൻ മാത്രമേ ഇപ്പോൾ ഇറങ്ങുന്നുള്ളൂ. ആ ഗ്യാസ് കത്തിക്കുന്നുമില്ല അവിടെ, ഞാൻ ഒന്നിനുമില്ല. എന്നാണെന്നറിയാവോ, തണുപ്പുണ്ട്. ആ ബാമ്പു കർട്ടനൊക്കെ ഇട്ടിട്ട് തണുപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സ്വെറ്റർ എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഞാൻ ഓർത്ത് അതൊക്കെ വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് വെച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് കുടിച്ച് ചങ്കിലെ വിഷമം മാറ്റിയെടുത്തു. നല്ല തണുപ്പാണ് അവിടെ. അപ്പോൾ മൊത്തം മരങ്ങളായതുകൊണ്ട് തണുപ്പ്. അന്ന് വേനൽക്കാലത്തോ എൻ്റെ മോനോ എന്നാ ചൂട്, ഞാൻ ഓർക്ക് ഇത്രയും മരങ്ങളുണ്ടായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെയെന്ന്. ഇപ്പോഴിന്ന് വേർത്ത് വിളിക്കുന്നുണ്ട്, ഫാൻ ഇടാൻ നിൽക്കുന്നുണ്ട്. മഴയുണ്ട്, ഇപ്പോൾ ഒന്ന് തോർന്ന് നിൽക്കും, അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വെടിക്കെട്ടിലേക്ക് പോകാം. വെടിക്കെട്ട് എന്നാന്ന് പറയട്ടെ, കാണിച്ചു തരാം. ക്യാമറ തിരിച്ചു വയ്ക്കട്ടെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ജയപോലെ തുറന്ന് പറഞ്ഞോണം. ആരും സോപ്പിങ്ങിൽ പോകണ്ട. സോപ്പിട്ട് സംസാരിച്ചാണ്ടല്ലോ നമ്മൾക്ക് പിന്നെ നമ്മളെ ജീവിതം ഒരു ശരിയാകത്തില്ല. നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കമൻറ്റ് ബോക്സിൽ ഇടാൻ മടിയാണ്. ഞാൻ എത്ര പ്രാവശ്യം എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ നമ്പർ ആർക്കും കൊടുക്കാത്ത അറിയാമല്ലോ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആരും നോക്കാതെ വേണമെങ്കിൽ ആരുടെയും ഫോൺ കേടാകുമ്പോൾ ഈ ഫോണ് സ്പെയർ ആയിട്ട് ഉപയോഗിക്കുക. അതിന് വേണ്ടി എപ്പോഴും ആ ടീപ്പോയെ ചാർജ് ചെയ്ത് വൃത്തിക്കാതെ അവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് 2 നമ്പറായിട്ടിരിക്കുന്നത്. ഒന്ന് 9846088629. പിന്നെ അപ്പം ഞാൻ സേവ് ചെയ്യാത്ത നമ്പർ ആയിരിക്കുമല്ലോ, നിങ്ങളെനിക്ക് നമ്പർ അയക്കും, മെസ്സേജ് അയക്കുമ്പോൾ. അപ്പോൾ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഞാൻ ഒന്ന് ജയയ്ക്കും ബിജിക്കും പിന്നെ അജിതയ്ക്കും എൻ്റെ നമ്പർ അറിയാം. ബാക്കി ആൾക്കാരുടെ നമ്പർ എനിക്ക് ഇല്ലല്ലോ, സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന ആളെ, ഇപ്പോൾ പ്രീതി കൊച്ചാണെ പ്രീതി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എല്ലാവരും എന്നെ ഒന്ന് മെൻഷൻ ചെയ്യണം, ഞാൻ ഇന്ന ആളാണെന്നൊന്ന് പറയണം. അല്ലെങ്കിൽ ഞാൻ വേറെ വല്ലവരും ആണെന്ന് ഓർത്ത് പേടിച്ച് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം 9846088629, പിന്നെ 9846377342.
അപ്പം അതിലോട്ട് മെസ്സേജ് അയക്കും, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് കുറ്റങ്ങൾ എന്നാന്ന് വെച്ചാൽ പറഞ്ഞു. ആരും കേൾക്കുമല്ലോ, ശരിയാ, മറ്റുള്ളവർ കേൾക്കുമ്പം നമ്മളെ ഒരാൾ ചീത്ത പറയുന്നത്, നെഗറ്റീവ് ഇടുന്നത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഒരു ഇൻസൾട്ടിങ്ങാണ്, നമുക്ക് പിന്നെ അങ്ങ് ഡൗൺ ആയിപ്പോവും. അത് വേണ്ട. അപ്പോൾ എൻ്റെ ആ വാട്സാപ്പിലോട്ട് അങ്ങ് ഇട്ടു കേട്ടോ, ഒരു പിണക്കവുമില്ല, അങ്ങനെ ഇട്ടു, ഒരു പ്രശ്നമില്ല. കോമൺ ആയിട്ട് ഈ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലിടുമ്പോൾ ശരി ഒരു ചമ്മൽ വരും അല്ലേ ആർക്കായാലും. ഓക്കെ. പിന്നെ അപ്പം നമ്മുടെ എൻ്റെ വെടിക്കെട്ടിലേക്ക് പോവാം. പിന്നെ പാട്ട് കേൾക്കുന്നുണ്ടോ? പാട്ട്, ഞാൻ പാട്ടുകാരിയല്ല കേട്ടോ, പാട്ട് പഠിച്ചിട്ടുമില്ല. പക്ഷെ എനിക്ക് യേശുവിനോടുള്ള ആ സ്നേഹം ജനിച്ചപ്പോൾ തൊട്ട് ഇങ്ങനെ കിടക്കുന്ന പ്രായം തൊട്ട് മാമോദിസ മുങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളെ പള്ളിയിൽ കൊണ്ടുപോലും വീട്ടുകാർ. മാമോദിസായ്ക്ക് പള്ളിയിൽ പോയാൽ പിന്നെ എപ്പോഴും പോകാമല്ലോ, നമുക്ക് പിന്നെ തുടർച്ചയായിട്ട് മാമോദിസ വരെ കൊണ്ടുപോകത്തില്ലല്ലോ നമ്മളെ വീട്ടിൽ, അമ്മയും കൊച്ചും വീട്ടിലല്ലേ. അപ്പം മാമോദിസ കഴിഞ്ഞപ്പം തൊട്ട് എന്നെ പള്ളിയിൽ കൊണ്ടുപോകുന്നല്ലേ എൻ്റെ അമ്മ. അപ്പം 26 വയസ്സ് വരെ വീട്ടിൽ ഞാൻ നല്ല കത്തോലിക്കായിട്ട് നല്ല ഭക്തി ജീവിച്ച ആളാണ്. എൻ്റെ ഉള്ളിൽ മാക്സിമം പേരൻസ് തരാവുന്ന എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ പള്ളിയിലെ അച്ഛനും കന്യാസ്ത്രീകളും. ഞാൻ പഠിച്ച സ്കൂള് കന്യാസ്ത്രീ സ്കൂള്, കോൺവെൻറ്റ് സ്കൂള്, കോട്ടയത്ത് സെൻറ്റ് ജോസഫ് സ്കൂളിൽ. എന്തോ ഒച്ച കേട്ടു. മേലത്തെ തൊടിയിൽ നിന്ന് കല്ലുരുണ്ട് വീഴുന്ന ചെറിയ എന്നാ ഈ മണ്ണിൻ്റെ കല്ല് താഴോട്ടൊക്കെ വീഴുന്ന. എനിവേ അല്ലല്ല, പുറയിലത്തെ തൊടിയിൽ ചേട്ടൻ്റെ പറമ്പ്, അവിടെ പേര നിൽക്കുന്നതിനകത്ത് നിറച്ച് പേരയ്ക്കായ, പക്ഷെ ഫുള്ളും പുഴുവായിട്ട് അത് നമ്മളുടെ വഴിയിലോട്ട് ഇങ്ങനെ എന്തുമാത്രം വീഴുന്നതെന്നറിയാമോ താഴോട്ട്. ഞങ്ങളതെല്ലാം തൂത്ത് കളയുക, കഴിക്കാൻ കൊള്ളത്തില്ല, മുഴുവൻ അതിനകത്ത് ഈ കേട് പിടിച്ച് പുഴുവ, പുറം വരെ ഇങ്ങനെ മങ്ങിയിരിക്കുന്ന ചുരുണ്ടിരിക്കുന്ന കേടുപേരയാണ്. അപ്പം അങ്ങനെ അതാ ഒച്ച കേട്ടെ. അപ്പം എന്തായിരുന്നു, അപ്പം അങ്ങനെ കോൺവെൻറ്റ് സ്കൂളിൽ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡില്ലേ, ഗുഡ് ഷെപ്പേർഡ് ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് ലോഗോ സെൻറ്ററിൽ സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂൾ കോട്ടയം. ഇപ്പോൾ അത് സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് എന്നിട്ടു സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഇപ്പം ഇട്ടിരിക്കുന്നത്. +2 വരെ ഉണ്ടാകും. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 10 വരെ ഉള്ളൂ. സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂൾ കോട്ടയം. എനിക്ക് 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചപ്പോൾ എല്ലാ ടീച്ചേഴ്സിൻ്റെയും പേരറിയാം, എൻ്റെ ക്ലാസ് ടീച്ചേഴ്സിനെ അല്ലാതെ എല്ലാവരെയും അറിയാം. ഇപ്പോഴും അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, കുറച്ച് പേരൊക്കെ മരിച്ചുപോയി. എന്നാ രസമല്ലേ. ഞങ്ങൾക്ക് വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്, ഞങ്ങളുടെ 10 വരെ ഒരുമിച്ച് പഠിച്ച പിള്ളേരുമായിട്ട്. അങ്ങനെ എല്ലാവരും നല്ല നിലയിലായി, എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു. അപ്പം എനിവേ അപ്പം അങ്ങനെ എൻ്റെ കോൺവെൻറ്റ് സ്കൂളിൽ അവിടെ സ്കൂളിൽ ചെന്നാലും പള്ളിയിൽ ചെന്നാലും വീട്ടിലായ എല്ലാം ഭക്തിമയം. അങ്ങനെ ഞങ്ങൾ നല്ലതായിട്ട് ഭക്തി ജീവിച്ച. അപ്പോൾ നമ്മൾ ആ നല്ല ഒരു ഇതിലേ ജീവിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടേ വെടിക്കെട്ട്. അപ്പോൾ കാണാവോ, കണ്ടല്ലോ, ഗ്യാസ് ആയിരിക്കുന്ന ഒരു കുക്കറുണ്ട്, പുട്ടുകുറ്റിയുണ്ട്, പിന്നെ നമ്മൾക്കൊരു ചെറിയ ഉപ്പും കുപ്പി അവിടെ ഇരിപ്പുണ്ട്, ഉപ്പ് നീരാണ് കലക്കി വെച്ചിരിക്കുന്ന. ഒരു വലിയ ബൗളിനകത്ത് അരിപ്പൊടിയുണ്ട്, പിന്നെ വറുത്ത അരിപ്പൊടി മേടിച്ച കേട്ടോ. പിന്നെ മാങ്ങാപ്പഴം നമ്മൾ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഒരു ബൗളിൽ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് മാങ്ങാപ്പഴം, കിളിച്ചുണ്ടൻ മാങ്ങാപ്പഴമാണ്, മോറിന്ന് അല്ല വേറെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ. അങ്ങേ അറ്റത്തിരിക്കുന്നത് ഒരു ബൗളിൽ പിന്നെ മാങ്ങയുടെ തൊലി കളഞ്ഞ് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായല്ലോ. പുട്ടുകുറ്റി കണ്ടപ്പം പുട്ട ഉണ്ടാക്കാൻ പോകുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. പണ്ട് നമ്മൾ ചക്കപ്പഴം ഇട്ടാണ് ചക്കപ്പുട്ടുണ്ടാക്കും, പക്ഷേ മാങ്ങാപ്പഴം ഇട്ട് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടുണ്ട് ഈയിടെ യൂട്യൂബിൽ. കുറേ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സുകുടുംബം ആൻറ്റി ഉണ്ടാക്കി, അതുപോലെ യദു പഴയിടം ഉണ്ടാക്കി, അങ്ങനെ 1-2 പേരുടെ ഞാൻ കണ്ടു. അപ്പോൾ ഞാനൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുക കേട്ടോ. അതായത് ഒത്തിരി വെറൈറ്റി അല്ല, എന്നാൽ പലരും ഉണ്ടാക്കിയത് കണ്ടിട്ട് ഒരു ചെറിയ വ്യത്യാസം, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മളുടെ വീഡിയോ ചുമ്മാ ഇരുന്ന് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണെ ഞെക്കിയിട്ട് മാത്രം ഒന്ന് കാണണം. കാല് പിടിക്കുകയാണേ, അല്ലാതെ നിങ്ങളോട് പേടിപ്പിക്കാൻ പറ്റുമോ?
പേടിപ്പിച്ചാൽ ഞങ്ങൾ ഇട്ടിട്ട് പോകും. അതുകൊണ്ട് പ്ലീസ്. അപ്പോൾ നമ്മൾക്ക് ആ വെറൈറ്റി പുട്ടുണ്ടാക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് കാല് പിടിച്ച് പറയുക, ഒന്ന് ലൈക്ക് ബട്ടണയിലും ഷെയർ ബട്ടണയിലും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റും, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടണിൽ പോയി സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെ ആരും കാണല്ലേ പ്ലീസ്. പിന്നെ ഇതിപ്പം വാചകം പിന്നെ ആദ്യമേ ആയിപ്പോയി. ഇത് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഇതോടെ പോകുമെന്ന് എനിക്കറിയാം. ഞാൻ ഇടയ്ക്ക് ഒന്നുകൂടെ പറയാം. ഓക്കെ, അല്ലാതെ എന്തോ ചെയ്യാനാ. മൊത്തം ആൾക്കാർ സ്കിപ്പ് ചെയ്തു. നീ പിന്നെ എന്താ പറയുന്ന പരസ്യം അതൊക്കെ സ്കിപ്പ് ചെയ്തു. പരസ്യത്തിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഓഫേഴ്സൊക്കെ വരും. അപ്പം ഞങ്ങളുടെ വീഡിയോസ്, എല്ലാവരുടെയും വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഉണ്ടല്ലോ, ആ പരസ്യം സ്കിപ്പ് ചെയ്തു പോയാൽ ഒത്തിരി നഷ്ടങ്ങൾ വരും. അങ്ങനെ എനിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നല്ല ഓഫേഴ്സൊക്കെ വരുമ്പോൾ നമ്മളിതറിയല്ല, നമ്മളിത് സ്കിപ്പ് ചെയ്ത് വിട്ടേച്ച് വായി നോക്കിയിരിക്കുക. അപ്പം നമുക്കിതറിയാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും പരസ്യവും സ്കിപ്പ് ചെയ്യാതെ പോകണം. ഈ 20 മിനിറ്റിലൊക്കെ കൂടിയ വീഡിയോ ഇടുന്നില്ലല്ലോ. അപ്പം അത് നിങ്ങളെങ്ങനെയായാലും ഓൺ ചെയ്ത് അങ്ങോട്ട് അടുക്കളയിലോ എവിടെയാണെങ്കിലും നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ അങ്ങ് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു. ഫോണെ കുത്തിപ്പിടിച്ച് നോക്കി ഇരിക്കേണ്ട. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ കേട്ടോ. അപ്പം നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ട് വെള്ളം തിളച്ചിരിക്കാൻ തോന്നും. ചൂടായിരിക്കുവാണ്. അപ്പം ഇത് നമുക്കൊന്ന് കാണാമോ? അയ്യോ, കാണത്തില്ലായിരുന്നല്ലേ. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടി അത് എങ്ങനെയാണെന്നറിയാവോ? ഉപ്പുനീര്, ആവശ്യത്തിന് ഉപ്പുനീര് എടുത്ത് കാണാലോ അല്ലേ കുഞ്ഞോ? ഇതിനകത്ത് ഞാൻ ചെയ്യുന്നതേ വീഡിയോ കാണാൻ നോക്കണം. എൻ്റെ പിന്നെ കണ്ടില്ലേ എന്തുവാ കേട്ടോ. കറക്റ്റായിട്ട് പാത്രവും കാര്യങ്ങളും ഇതിൻ്റെ പ്രിപ്പറേഷൻ കറക്റ്റ് കാണാവോ എന്നൊന്ന് പറയണം. കാണാം. അപ്പം എന്നെയും കാണണം. അത് പറ്റുമല്ല, എന്നെയും കാണണം. ആരെന്നോട് വഴക്ക് പിടിക്കുന്നതിലും നല്ലത് നമ്മൾ രാവിലെ ഞാൻ വഴക്ക് പറഞ്ഞതിനുള്ള മൂഡ് ഓഫാണേ. അപ്പം നമ്മളങ്ങ് ചെയ്യുവാണെങ്കിൽ അതാണ് നല്ലത്. ഇപ്പോൾ കാണാതിരിക്കും അല്ലേ? പിന്നെ കാണാതിരിക്കും. അപ്പോൾ നമ്മൾ വേണ്ട കാണാം. ഇതല്ലേ, ഇത് ഉപ്പുനീര് ഒഴിച്ചായിരുന്നേ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുനീര് ഒഴിച്ചു കൊടുത്തു. ഇനി ആ ഉപ്പുനീര് നമ്മൾ ഇതേലിങ്ങനെ പിടിച്ചിരിക്കുവേ, ഉരുണ്ട് അങ്ങനെ വരാതെ നമ്മൾ എന്നാ എടുക്കണമെന്നറിയാവോ? ദേ കട്ട പൊട്ടിച്ച്, ഒത്തിരി സമയം എടുക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നമ്മളൊന്ന് ക്രന്നാക്കി കൊടുക്കുമ്പോൾ ഈ ഉപ്പുനീരിൻ്റെ ദേ ഈ കട്ട, ഉപ്പുനീരിപ്പോൾ ഒഴിച്ചതിൻ്റെ ദേ ഈ കട്ടയില്ലേ, അതെല്ലാം നമുക്ക് റെഡി. ഞാൻ അങ്ങനെ ഒന്ന് ആക്കി തരാവേ, അല്ലെ ഉപ്പ് കടിക്കും. വേണ്ടേ? ഇപ്പോൾ അതെല്ലാം ഒരുമിച്ചായി കണ്ടോ? അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ വായിലോട്ട് വെക്കുമ്പോൾ ഉപ്പ് തന്നെയായിരിക്കും കടിക്കുന്നത്. ഉപ്പ് പൊടിയാണ് അങ്ങനെ വിഷയം വരത്തില്ല. ഉപ്പ് നീരൊഴിക്കുമ്പോൾ അങ്ങനത്തെ ഒരു വിഷയം വരും. ഇനി ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? വെള്ളം ഒഴിച്ചല്ലേ സാധാരണ നമ്മൾ കുഴയ്ക്കുന്നേ. എന്നാൽ ഇത് അങ്ങനെയല്ല. മാങ്ങയുടെ പൾപ്പ്, ഈ പൾപ്പിട്ട ഞാൻ കുഴയ്ക്കാൻ പോകുന്നത്. ആവശ്യത്തിനെടുത്തെടുത്ത് നമ്മൾ വേണ്ട ഒത്തിരി ഇട്ടങ്ങ് അമക്കി ചെയ്യരുത്. ഇങ്ങനെ അതിൻ്റെ രീതിക്ക് കണ്ടോ? ഇതാ നല്ല ഭംഗിയായിട്ട്, ഒത്തിരി അമക്കി ചെയ്യരുത്. അറിയാമല്ലോ, ആദ്യമേ അങ്ങോട്ട് അമക്കിയ കുഴഞ്ഞു പിടിക്കും. ഇത് നൈസായിട്ട് ഇപ്പോൾ ഗോതമ്പ് പുട്ട് നമ്മളിങ്ങനെ, നമ്മളുടെ ബിജീസ് ഇന്നലെ ചോളപ്പുട്ടുണ്ടാക്കിയ കളറൊക്കെ വരുന്നുണ്ടോ?
അതുപോലെ ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ കളർ വരുന്നുണ്ടോ? കുറച്ചുകൂടെ വേണേ, നനഞ്ഞ് കിട്ടണ്ടേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇച്ചിരി വീണു. നമ്മൾ വലിയ വൃത്തിക്കാരാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ശകലം എവിടെയെങ്കിലും ഒരു കുഴപ്പമാണ്. ആരനോട് ഇങ്ങനെ കുഴയ്ക്കാൻ പറഞ്ഞാൽ കുഴയ്ക്കത്തില്ല. ആരന് കയ്യിൽ ഇങ്ങനെ കുഴഞ്ഞു പിടിക്കുന്നത് അത് എനിക്കും അങ്ങനെ കേട്ടോ. ചെറുപ്പത്തിയോ കീറ്റും. പിന്നെ അമ്മമാരായപ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാലും ഇപ്പോഴും ഒരു മടിയാണ്, ചെറിയ മടിയാണ്. നല്ലതായിട്ട് എന്നാ മണമാണെന്നറിയാം. അപ്പോൾ കഴിക്കുമ്പോൾ എന്നാ മണമായിരിക്കും. ഇത് ഈ മാങ്ങാപ്പഴത്തിൻ്റെയും ചക്കപ്പഴത്തിൻ്റെയൊക്കെ പുട്ട് കയ്യേം തെറിച്ചൊക്കെ താഴോട്ട് വീണത് ലാസ്റ്റ് തുടയ്ക്കാം നമുക്ക്. മാങ്ങാപ്പഴത്തിൻ്റെയും പിന്നെ ചക്കപ്പഴത്തിൻ്റെയൊക്കെ പുട്ടുണ്ടാക്കുമ്പോൾ ഈ നല്ല വെള്ള അരിപ്പൊടി തന്നെയാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് സാധാരണ ഇഷ്ടം ഗോതമ്പ് പുട്ട്, റാഗിപ്പുട്ട്. നമ്മുടെ അജിതയ്ക്ക് റാഗിപ്പുട്ട് ഇഷ്ടമല്ല. പക്ഷേ ഗോതമ്പ് പുട്ട്, റാഗിപ്പുട്ട്, നമ്മളുടെ സൂചി ഗോതമ്പ് പുട്ട്, പിന്നെ ചോളത്തിൻ്റെ പുട്ട്, എനിക്കിങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം. അരിപ്പുട്ടിനേക്കാളും ടേസ്റ്റും നെഞ്ചരിച്ചൊരൊന്നും ഇല്ലാതെ കൂടുതലും ഗുണവും അതൊക്കെ തന്നെയാണ്. അപ്പം ഇത് നല്ല ഒട്ടും കട്ടയില്ലാതെ ഞാൻ കുഴയ്ക്കുന്നത് കേട്ടോ. മിക്സിയിൽ എടുത്തു വന്നാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാനൊന്ന് നോക്കാം, കുഴഞ്ഞു പോവുമെന്ന് നോക്കാം. കണ്ടിട്ട് കുഴപ്പമില്ല, ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. ഉണ്ടോ? ഇങ്ങനെ വരുന്നതാണ് പുട്ടിൻ്റെ പാകം. എന്നാലും ഒരു ഇച്ചിരി കൂടെ നനയണം. അപ്പം ഞാൻ ഇതുകൊണ്ട് ഒന്ന് മിക്സിയിലൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഇച്ചിരി കൂടെ നൈസായിട്ട് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. നല്ല സക്സസ് ആയി കേട്ടോ. പിന്നെ വേണ്ടേ, നല്ല സക്സസ് ആയി. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ പോകുമെന്നായിരുന്നു എൻ്റെ പേടി. ഇതേ നല്ല സൂപ്പറായിട്ട് ഇതുണ്ടോ. ഇത് മാങ്ങാപ്പഴത്തിൻ്റെ പൾപ്പിട്ട് പിന്നെ കുഴച്ചതാണെന്ന് പറയുമോ? ഇത് കണ്ടോ ഒട്ടിയാണ് ഇരിക്കുന്നത്. അല്ലല്ലോ, പുട്ടിൻ്റെ പോലെ കണ്ടോ, അതും കിട്ടി അല്ലേ. ഇതൊക്കെയല്ലേ കണക്ക്. ഇങ്ങനെ കട്ടയില്ലാതിരിക്കണം കുഴയ്ക്കുമ്പം. പിന്നെ ഇങ്ങനെ ഞെക്കുമ്പം അതിൻ്റെ ആ കറക്റ്റ് അറിയാം. പിന്നെ ഇതുപോലെ പൂ പോലെ മൃദുലമായിട്ടിരിക്കണം. ആഹാ, ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കുന്നതിന് മുമ്പേ പിടികിട്ടി. പിന്നെ നെഞ്ചരിച്ചിട്ടുള്ള ഒരു ജീരകമൊക്കെ ഇട്ടുണ്ടാക്കിക്കോണേ. ഞാനിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ വേണ്ടി ജീരകം ഇടുന്നില്ല. ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ ഇവിടെ അമ്മായിമ്മ പറഞ്ഞു തന്നിട്ടുള്ള ജീരകം ഇടുവാണേ നെഞ്ചരിച്ചിൽ വരത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാറുണ്ട്. പക്ഷെ ഇതിനിടുന്നില്ല, കാരണം ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ജെന്യുവനായിട്ട് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമ്മളുടെ കൈ ഒന്ന് തുടയ്ക്കട്ടെ. ഇതുണ്ടോ, കൈ ജസ്റ്റ് ഒന്ന് തുടച്ചു. ഇവിടെയൊക്കെ ക്ലീൻ ആക്കാൻ കിടക്കും. ഇപ്പം പോയാൽ ശരിയാകത്തില്ല. അത് കാരണം ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. ആവി വെള്ളം ഒന്ന് കുടയാൻ പോയതാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യമേ ആസ് യൂഷ്വൽ നമ്മളുടെ തേങ്ങ, നമ്മളുടെ വീട്ടിൽ ഉണ്ടായ തേങ്ങ, യേശുപ്പച്ചൻ തന്നത്. തേങ്ങ ഭയങ്കരമായിട്ട് ഇടുന്ന ആളാണ്. ഇനി നമ്മൾ അരിപ്പൊടി ഇടുക. അരിപ്പൊടി ഇട്ടു. ഇനി നമ്മൾ മാങ്ങ ചെത്തി വെച്ചത് ഇതിൻ്റെ ആ ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ എന്നാ ടേസ്റ്റ് ആയിരിക്കും. അതെല്ലാം കൂടെ കൂട്ടി കുഴച്ചാണ് കഴിക്കേണ്ടത്. മാങ്ങാപ്പഴം ഇട്ടു. ഇനി നമ്മൾ വീണ്ടും പൊടിയിടുക. വീണ്ടും പൊടിയിട്ടു, ആവശ്യത്തിനിട്ടു. ഇനി തേങ്ങ ഇടുക.
ഇതാ തേങ്ങ ഇട്ട്. ഇനി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടങ്ങ് വെക്കാം. ആ വെച്ചു. തീ കൂട്ടി പെട്ടെന്നായിക്കിട്ടെ. സൂപ്പർ ടേസ്റ്റ് ആകട്ടെ അല്ലേ. അപ്പം ഇവിടെ അങ്ങ് തുടയ്ക്കാം. പാചകം കഴിഞ്ഞിട്ട് ആ ഫുൾ തൊട. അതിന് മുമ്പ് ഹാഫ് തൊട എന്നുവെച്ചാൽ ഇവിടെ വൃത്തികേടായിരിക്കണം. എന്നാൽ പാചകം ചെയ്യാൻ ഒരു മൂട് വരത്തില്ല. അത് കാരണം അഭംഗി മാറാൻ താഴോട്ടിടുക. എന്നിട്ട് ഇനി താഴെ തൂക്കണം, തുളയ്ക്കണം. അത് പിന്നെ ലാസ്റ്റ്. ഗ്യാസ് വൃത്തികേടായിക്കണം നമുക്ക് വലിയ പാടാണ്. എനിക്ക് ഏത് സമയവും എനിക്ക് പരിപാടിയാണ്. നമ്മൾ ഈ വീട് ഇങ്ങനെ വൃത്തിക്ക് നോക്കുന്നോണ്ട് ഇതുപോലെ കിടക്കുന്ന കേട്ടോ. ആരും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ വൃത്തിക്ക് എപ്പോഴും ഇടുന്ന കാരണം ഈ തുണി കഴുകി ഉണക്കാടട്ടെ. അടുത്ത ഇനി ഉണങ്ങിയ തുണിയിട്ട് ലാസ്റ്റ് നമുക്ക് തുടയ്ക്കാം. കഴിക്കൊണ്ട് വരട്ടെ. അപ്പോൾ കൈക്കലയൊക്കെ ഞാൻ കഴുകിയിട്ടു. ഇനി പെട്ടെന്ന് തന്നെ ആവി വരുന്നുണ്ടോ. ആരൻ തിണ്ണേന്ന് വന്ന് നോക്കിയേ, വിശക്കുന്നുണ്ട്. നല്ലതായിട്ട് ആവി കയറട്ടെ. അത്രയും ലഗേജൊക്കെ ഇട്ടേക്കുന്നതല്ലേ. അപ്പം ഇങ്ങനെ ഷൂ എന്ന് പറഞ്ഞ് ഞാൻ കയറി വരുമോ? ഇല്ല. പക്ഷെ ആവി വന്നു. എന്നാലും എനിക്ക് നല്ലതായിട്ട് ഒന്നുകൂടെ. അപ്പം മൊത്തം അതിനകത്ത് എല്ലാ ഫ്ലേവർ അങ്ങ് ഇതായി നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് വരത്തില്ലേ. അപ്പോഴത്തേക്ക് കാണിക്കാവേ. നമ്മുടെ കിച്ചണൊക്കെ പഴയ സെറ്റപ്പാണ്. ചേരുള്ള അടുപ്പും പുളി ഉണങ്ങാൻ വേണ്ടി നല്ല സൂപ്പറായിരുന്നു. ഈ നല്ല പുളി ആർക്കെങ്കിലും, കുടംപുളി നല്ല മുഴുത്ത കുടംപുളി നല്ല പുളി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. എനിക്കൊന്ന് കൊറിയർ ചെയ്ത് തന്നാൽ മതി, ഞാൻ മേടിച്ചോളാം. ഹസ്ബൻഡിനും കൊടുത്തു വിടണം. എനിക്ക് വേണം. കഴിഞ്ഞ ദിവസം ഞാൻ ആ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചില്ലേ, കൊള്ളത്തില്ലായിരുന്നു. മീൻകറിക്ക് ടേസ്റ്റേ ഇല്ല. കഷ്ടം. ആർക്കെങ്കിലും കുടംപുളി ഉണ്ടെങ്കിൽ എൻ്റെ റിക്വസ്റ്റാണ്. എത്ര രൂപ വേണേലും ചോദിക്കുന്ന പൈസ തരാൻ ദൈവം സഹായിച്ച്. പിന്നെ നിങ്ങൾ എനിക്ക് കൊറിയർ ചെയ്ത് തന്നാൽ മതി. കൊറിയർ ചാർജ് ഉൾപ്പെടെ തരാം. പക്ഷെ എന്നെ പറ്റിക്കരുതേ. നല്ല പുളി തരണം. നമ്മുടെ ജിതയുടെയും ജയയുടെയും ചേച്ചിക്ക് കുടംപുളി വിൽക്കാനുണ്ടെങ്കിൽ ജയ മേടിച്ച് എനിക്ക് തന്നാൽ മതി. അവിടെ പോകുമ്പോൾ നല്ല പുളിയാണെന്ന് കേൾക്കുമ്പോഴേ അറിയാം. അവർ നല്ല സൂപ്പർ മീനാണ് എപ്പോഴും കറി വെക്കുക. അല്ല, സൂപ്പർ മീൻകറിയും മീൻപീരയൊക്കെ അവരുടെ കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല പുളിയാണ്. കൊണ്ടേ പറയണേ. എന്ത് കഷ്ടം. എനിക്ക് പുളി ഇല്ലാത്തതുകൊണ്ട്. പുളി ഇല്ലെന്ന് പറഞ്ഞാൽ പുളി ഇവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്, കൊള്ളത്തില്ല. അപ്പോൾ നല്ലതായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ടേ. ആരണ്ണ് വിശക്കുന്നതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ആണ്ട നല്ല ആവി വരുന്നുണ്ടോ. ഇപ്പോഴാണ് വരുന്നത്. കുത്താൻ പോവാന്ന് പറഞ്ഞപ്പം ശരിക്ക് പെട്ടെന്ന് വരുന്നുണ്ട്. കാണാവോ? കണ്ടോ? നമ്മുടെ പഴയ ടൈപ്പ് സെറ്റപ്പ് അടുക്കളയാണ്. ചട്ടിയൊക്കെ കമത്തി വെച്ചേക്കുന്നുണ്ടോ. എൻ്റെ കൂട്ടുകാരി ദീപ്തിക്ക് വലിയ ഇഷ്ടമാണ് ഈ ചട്ടിയൊക്കെ ഞാൻ അവിടെ കമത്തി വെച്ചേക്കുന്ന. വീഡിയോ കാണുമ്പോൾ അവൾ പറയും. ഡോക്ടർ 10 വരെ ഒന്നിച്ചു പിടിച്ച. അപ്പോൾ ഈ പുട്ടൊന്ന് കുത്തിയെടുക്കട്ടെ. പുട്ട് കുത്തുന്ന ഇത് ഒടിഞ്ഞുപോയി. ഇനിയിപ്പം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വരുവോ? അവിടം വരെ ചെല്ലണ്ടേ കമ്പ്. അതാണ് വിഷയം. കണ്ടോ, പൊടിഞ്ഞു പോകുന്നുണ്ടോ? ഇവിടം വരെ കമ്പ് എല്ലാത്തോണ്ടേ പൊടിഞ്ഞു പോകും. കുഞ്ഞു നമ്മൾ എങ്ങനെ എടുക്കും ഇത്? ഈ കമ്പിന് നീളമില്ല. എന്നാ ചെയ്യും? കമ്പൂടെ അതിനകത്ത് ഇറങ്ങിപ്പോയാൽ പിന്നെ തീർന്നു. അയ്യോ,
ഒടിഞ്ഞു പോയിട്ട് ഞാൻ പിന്നെ പുട്ടുണ്ടാക്കിയിട്ടില്ല കേട്ടോ. മുടി കിട്ടിയ ചെന്നൈ ഇതിൽ നിന്നൊന്ന് രക്ഷിക്ക്. കുടഞ്ഞിട്ടാ അതിൻ്റെ ആ ഭംഗി പോത്തില്ലേ. വഴിയും കൂടെ കണ്ടെത്തി ഇത് നിർത്താൻ ഗ്യാസ് വേണ്ട. അപ്പൊ കുഞ്ഞോ പപ്പടമാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല. കുഞ്ഞോ എനിക്ക് കൊതി വരുന്നു. ഞാൻ വെള്ളം ഇറക്കിയത് കണ്ടോ, കാണാമോ? അയ്യോ കാണത്തില്ല, ഇപ്പൊ കാണാമോ? തന്നെ എല്ലാം കൂടെ പൊടിച്ചിടട്ടെ. സോഫ്റ്റ് കേട്ടോ. ഇത് അങ്ങനെ പോയതുകൊണ്ട് അല്ലേ. ഇച്ചിരി പുട്ട്, മാങ്ങാപ്പഴം. നിങ്ങളെ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഇതില്ലേ അതിനകത്ത് ഉണ്ടാക്കണേ. എനിക്ക് അങ്ങനത്തെ ആ ഇതില്ല, കുറ്റിയില്ല, ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പ് ഉള്ളത്. ഞാൻ ചിരട്ട തന്നെ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കാണാമോ? അപ്പോൾ വേണ്ട കുറച്ച് മാങ്ങ നമ്മൾ ആ മുറിച്ചിട്ടില്ലേ അത്, പിന്നെ വേണ്ട തേങ്ങാപ്പീര, പുട്ട്. ഇത്രയും സംഗതി തരാം. ഉള്ള കാര്യം പറയാവുള്ളൂ. കുഞ്ഞു അങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ഉള്ള കാര്യം പറയണം. എനിക്ക് കൊതി വരുന്നു, ഞാനൊന്ന് കഴിക്കട്ടെ. ചക്കപ്പുട്ടിന്റെ ടേസ്റ്റ് ആണ്. എതു പുതിയടവും പറഞ്ഞു മാമ്പഴത്തിന്റെ പിന്നെ പുട്ടുണ്ടാക്കിയപ്പോ കഴിച്ചു നോക്കിയപ്പോ ഇത് തന്നെ പറഞ്ഞു. മാങ്ങയുടെ ടേസ്റ്റ് അല്ല, ചക്കപ്പഴത്തിന്റെ. അത് എതുവും പറഞ്ഞു. ഞാനത് ഓർക്കും അല്ലേ. നല്ലതല്ലേ, ടേസ്റ്റ് അല്ലേ? അതാണ് അത്. ഏത് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. അതങ്ങനെ മാങ്ങായ്ക്ക് ചക്കയുടെ ഇത് വരുന്നത്. ഞാനിവിടെ കഴിക്കട്ടെ, കാണാവോ? മാങ്ങായാണല്ലോ ഇട്ടതെന്നുള്ള ചിന്തയിൽ ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് മാങ്ങയുടെ ടേസ്റ്റ് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ശരിയാ, ഇത് അതല്ലാതെ ആർക്കെങ്കിലും കൊടുത്താൽ ചക്കയാന്നേ പറയത്തുള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. വീണ്ടും വീണ്ടും ഒരു കറി വേണം, പപ്പടം. അയ്യോ, കട്ടൻ കാപ്പിയും കൂട്ടി എളുപ്പം പോയി കഴിക്കട്ടെ. നമ്മളും കഴിച്ച് അമ്മ എടുത്തുണ്ടാക്കിയോളാം. കുത്തിയിടാൻ ഒരു മാർഗം. പുട്ട് കഴിച്ചോ. അപ്പൊ കാണാ എന്നെ ഫുള്ള് കാണാവോ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ. ചിരട്ടയുടെ ആ മറ്റേ പുട്ടുകുറ്റിയില്ല, അതിനകത്ത് ഉണ്ടാക്കണം. എൻ്റെ ഇത് കോലൊടിഞ്ഞു വേണ്ട, അല്ലെങ്കിലും മറ്റേത് അത് ഇങ്ങനെ കമത്തി ഇട്ടാൽ പോരെ. ഞാൻ ചിരട്ടയൊന്ന് റെഡിയാക്കി അതിനകത്തൊന്ന് ഉണ്ടാക്കി കഴിക്കാൻ പോവാം. ഇത് ഒടിഞ്ഞു പോയത് ഓർത്തില്ലെന്നേ, വേസ്റ്റായിപ്പോയി. കടയിൽ ഇനി അതായിട്ട് കിട്ടുമോ, അല്ലെ ഏതെങ്കിലും കമ്പ് ചെത്തിയാന്നേലും എടുക്കണം. അപ്പോൾ എല്ലാവർക്കും എന്നെ ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ പുതിയ വീഡിയോയുമായി കണ്ടന്റ് കിട്ടാൻ പ്രാർത്ഥിക്കണേ. അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലസ് യുവർ ചക്കര.